നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു A4 ഷീറ്റ് എടുക്കുക. ഞാനിവിടെ വൈറ്റ് കളർ A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളറുള്ള A4 ഷീറ്റ് വേണമെങ്കിലും എടുക്കാം. അതിന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡ് മടക്കി അതിൽ പശ തേച്ച് മറ്റേ സൈഡ് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് 5 പേപ്പർ ഒട്ടിച്ച് ഒരു സെറ്റാക്കുക. അങ്ങനെ 5 സെറ്റ് വേണം. അതാണ് 25 പേപ്പർ എന്ന് പറഞ്ഞത്. ഇനി ഇങ്ങനെ ഒട്ടിച്ച പേപ്പർ ഒരു സെറ്റ് ആക്കാൻ വേണ്ടി ബാക്കി മടക്കിയ പേപ്പറുകളും ഇതിൻ്റെ പുറത്തോട്ട് ഒട്ടിച്ചൊട്ടിച്ച് വേണം കൊടുക്കാൻ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. പറയുന്നതിനേക്കാൾ വ്യക്തമായിട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഇതിൽ ഒരു ഡിസൈൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ച് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ 5 സെറ്റും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പരസ്പരം ഒട്ടിച്ചെടുക്കണം. നേരത്തെ ഒട്ടിച്ചതുപോലെ നടുക്ക് കൂടി പശ തേച്ചല്ല ഇത് ഒട്ടിക്കേണ്ടത്. ഇതിനെ ഒരു സൈഡിലാണ് പശ തേച്ച് കൊടുക്കേണ്ടത്. ഒരു സൈഡിലും താഴ്ഭാഗത്തുമായിട്ട് പശ തേച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒട്ടും. ഇങ്ങനെ ഈ 5 സെറ്റും ഒട്ടിച്ച് എടുക്കുക. 5 സെറ്റും ഒട്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനം വരുന്ന 2 സൈഡിലും ത്രെഡ് ഒട്ടിച്ച് കൊടുക്കണം. അത് നമ്മുടെ സ്റ്റാർ ടൈ ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഒരു സൈഡ് ഒട്ടിക്കുന്നതേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഇതുപോലെ തന്നെ മറു സൈഡിലും ഒട്ടിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർ റെഡിയാകും. ഒട്ടിച്ച് ഉടനെ ഓപ്പൺ ചെയ്യരുത്. ഒന്ന് വെച്ച് അതൊന്ന് ഉണങ്ങാൻ സമയം കൊടുക്കുക. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാർ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.